ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ മിക്കിയുടെ അടുത്ത് പോയിട്ട് മിക്കീനെ ഒന്ന് തടവി ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ കുളിച്ചിട്ട് നേരെ കോളേജിലോട്ട് പോയി. ഇന്ന് ഞങ്ങളുടെ വൈവയാണ്. വൈവ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റും കയ്യിൽ പിടിച്ചിട്ട് കുറെ മണിക്കൂറായിട്ട് ഞാൻ അത് തന്നെ ഇരിക്കുവായിരുന്നു. അങ്ങനെ പ്രോജക്റ്റും പിടിച്ച സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അശ്വതി ലക്ഷ്മി ഭാഗ്യം വന്നത്. നേരെ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ വൈവയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു സെക്കൻഡ്. ഞാൻ വൈവയ്ക്ക് കഴിഞ്ഞിട്ട് നൈസിന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഭാഗ്യമായിരുന്നു. ഭാഗ്യം അവിടെ പോയിരുന്നു ബബ്ബ അടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. എന്നിട്ട് രണ്ട് വീഡിയോ എടുത്തിട്ട് ഞാനും ചുക്കും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു അമ്പലത്തില് ഉത്സവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സദ്യ കഴിക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായോണ്ട് തന്നെ ഞങ്ങൾ കയറിയില്ല. ഇടിച്ചിട്ട് കയറിയാലോ എന്നൊക്കെ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അനിവാരുടെ വായിലിരിക്കുന്ന കേൾക്കണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി മന്തി കഴിക്കാൻ വേണ്ടി പോയി. മന്തി കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ പോയിട്ട് മിക്കി എടുത്ത് രണ്ട് ജമ്പും പറഞ്ഞ് രണ്ട് ബിസ്ക്കറ്റും കൊടുത്തിട്ട് നേരെ ജിമ്മിലോട്ട് പോയി. ജിമ്മിൽ പോയപ്പോഴാണ് ഞാൻ അദൃശ്യമായ സത്യം പറഞ്ഞത്. വണ്ടി വെക്കാൻ സ്ഥലമില്ല. വണ്ടി ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ നേരെ ജിമ്മിന്റെ അകത്തോട്ട് പോയി. ഇന്ന് മഴയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് ജിമ്മിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. ഒരു 7:30 ആയപ്പോഴത്തേക്കും നല്ല കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വീട്ടിലെത്തി മിക്കിക്ക് റോണിക്ക് രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പൊ ഓക്കെ ബൈ.